എൻട്രി യോഗ TTC കോഴ്സിലൂടെ ഒരു യോഗ ഇൻസ്ട്രക്ടറായി സ്വദേശത്തും വിദേശത്തും ഉയർന്ന വരുമാനമുള്ള ജോലി സമ്പാദിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഡയൽ ചെയ്യുക. നമസ്തേ. ജീവിതത്തിൻ്റെ മധുരം കൂട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകം നമ്മുടെ രക്തത്തിലെ മധുരം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് എന്നുള്ളത് സൈലൻറ്റ് കില്ലറാണ്. മറ്റ് പല അസുഖങ്ങളും നമ്മൾ മാറാതിരിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ ഡയബറ്റീസിൻ്റെ സാന്നിധ്യമാണ്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, തുടർച്ചയായി ഇരുന്നു കൊണ്ടുള്ള ജോലി, വയറിൻ്റെ ഭാഗത്ത് ആവശ്യമായ ചലനങ്ങളില്ലായ്മ, പാൻക്രിയാസിന് ആവശ്യമായ ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥ തുടങ്ങിയവ നമ്മളെ അകാല വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ എന്ത് കഴിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. അതുകൊണ്ടാണ് യോഗ എന്നത് ഒരു ശാശ്വത പരിഹാരമായിട്ട്, പക്ഷേ ഡയബറ്റീസിന് കഴിക്കുന്ന മരുന്നുകൾ പൂർണ്ണമായി നിർത്താൻ പോലും കഴിയുന്ന അവസ്ഥയിലേക്ക്, അഥവാ കുറയ്ക്കാൻ കഴിയുന്നത് തീർച്ചയായും സാധ്യമാക്കുന്ന തരത്തിലുള്ള ഏതാനും യോഗാസനങ്ങൾ ഡയബറ്റിക് സ്പെഷ്യൽ യോഗ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാറുണ്ട്. അവയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് വിപരീത നമസ്തേ എന്ന പ്രക്രിയയാണ്. കാലുകൾ വി ആകൃതിയിൽ വയ്ക്കുന്നു. കൈകളെ പിറകിൽ തൊഴുതു പിടിക്കുന്നു, നെഞ്ചിന് പിറകിലായി. തുടർന്ന് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് ഒരു വശത്തേക്ക് പരമാവധി ശരീരത്തെ തിരിക്കുന്നു. പിറകോട്ട് നോക്കി നിൽക്കുകയാണ്. 30 സെക്കൻഡ് നിന്ന ശേഷം നമ്മൾ മറുവശവും ആവർത്തിക്കുന്നു. ഷോൾഡർ പരമാവധി തുറന്നിരിക്കണം. 30 സെക്കൻഡിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു. ഇതിൻ്റെ പിറകിൽ നിന്നുള്ള കാഴ്ച. ഒരു വശത്തേക്ക് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് പരമാവധി പിറകോട്ട് തിരിയുകയാണ്. 30 സെക്കൻഡ് ദീർഘശ്വസനത്തോടെ അതിൽ നിലകൊണ്ട ശേഷം സാവധാനത്തിൽ തിരിച്ചു വരുന്നു. മറുവശവും ഇതേപോലെ നമ്മൾ ആവർത്തിക്കുന്നു. പരമാവധി ഷോൾഡറിനെ തുറക്കുക. 30 സെക്കൻഡിന് ശേഷം തിരിച്ചു വരിക. ഇതാണ് വിപരീത നമസ്തേ എന്ന പരിശീലനം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ ഒന്നുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യാനും മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവുമായി കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ വായു നിഷ്കാനാസന ചെയ്യും. ഗ്യാസ് എലിമിനേറ്റിംഗ് കോഴ്സ് വായു നിഷ്കാനാസന. താടിയെല്ലിനെ നമ്മൾ കാൽമുട്ട് മുട്ടിക്കുകയാണ് ലക്ഷ്യം. നിലത്തുള്ള കാൽമുട്ട് വളയരുത്. കൈപ്പത്തി കൊണ്ട് പിടിക്കുന്നത് കാൽവെള്ളയാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കൈകളുടെ ആവശ്യമില്ല, പക്ഷെ തുടക്കത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമാണ്. ഒരു ബിന്ദുവിലേക്ക് നോക്കി നിൽക്കുക. 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ തിരിച്ചു വരും. വായു നിഷ്കാസന ആസന മറുവശം. താടിയെല്ലിൽ കാൽമുട്ട് മുട്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും. ഇത് രണ്ടുമാണ് നിന്നുകൊണ്ട് ചെയ്യുന്നത്. തുടർന്ന് ഡയബറ്റീസിന് പരിഹരിക്കാൻ ആവശ്യമായ ആസനാസ് ഇരുന്നു കൊണ്ടാണ്. ഡയബറ്റീസിൻ്റെ തീവ്രത കുറയ്ക്കാൻ ആവശ്യമായ ഏതാനും യോഗാസനങ്ങൾ കൂടി നമ്മൾ പരിശീലിക്കുന്നു. അർദ്ധ മത്സ്യേന്ദ്രാസനം, ഹാഫ് ട്വിസ്റ്റ് പോസ്. വലതുകാൽ ഇടത് തുടയുടെ അടിയിൽ കൊണ്ടുവയ്ക്കുന്നു. ഇടതുകാൽ വലത് തുടയ്ക്ക് പുറത്താണ് വയ്ക്കുന്നത്. ഇടത് കൈയിനെ പുറകിൽ വെച്ച ശേഷം വലത് കൈ കൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ മടക്കിയ വലത് കാൽമുട്ട് തൊടലാണ്. പറ്റാത്തവർ കൈകൊണ്ട് പുഷ് ചെയ്യണം. പരമാവധി പിറകിലേക്ക് നോക്കിയിരിക്കുക. ശ്രദ്ധ അടിവയറിലാണ്. 1/2 മിനിറ്റ് സമയത്തേക്ക് ദീർഘശ്വസനം. മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും. ഇതേ പരിശീലനം എതിർദിശയിലും ആവർത്തിക്കും. വലതുകാലിനെ ഇടത് തുടയുടെ പുറം വശത്ത് വയ്ക്കുന്നു. വലത് കൈ പിറകിലാണ്. നമ്മൾ ഇടത് കൈ കൊണ്ടാണ് ഇതിനെ ചുറ്റുന്നത്. ആ ഒരു ഇമ്പാക്റ്റ് ഇവിടെ നമുക്ക് ആവശ്യമാണ്. ട്വിസ്റ്റിംഗ് ഇഫക്റ്റ് ഇവിടെ കിട്ടാൻ വേണ്ടിയാണ് ഈ കാലിനെ തിരിക്കുന്നത്. പരമാവധി പിറകിലേക്ക് നോക്കിയിരിക്കുക. ദീർഘശ്വസനം 1/2 മിനിറ്റ് സമയം. മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്നു. ഇതിൻ്റെ വശത്തു നിന്നുള്ള കാഴ്ച. ഈ കാൽ തൊട്ടടുത്ത് തന്നെ വെക്കണം. അതിനെ മറ്റേ കൈ കൊണ്ടാണ് നമ്മൾ ചുറ്റുന്നത്. പിറകിലേക്ക് നോക്കിയിരിക്കുക പരമാവധി.
30 സെക്കൻഡിന് ശേഷം തിരിച്ചു വന്ന് ഇതേ പരിശീലനം മറുവശത്തും ആവർത്തിക്കുന്നു. നമ്മൾ ഫുൾ സീറ്റഡ് ആയിരിക്കണം. പിറകിലേക്കാണ് നോക്കിയിരിക്കുന്നത് പരമാവധി. തിരിച്ചു വരുന്നു. ഇതാണ് അർദ്ധ മത്സ്യേന്ദ്രാസനം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് റാബിറ്റ് ബ്രീത്തിങ്, അതായത് ശശാങ്കാസനം എന്ന പരിശീലനമാണ്. അത് ഒരു ബ്രീത്തിങ് മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധ അടിവയറിൽ തന്നെ ആയിരിക്കണം. വജ്രാസനത്തിലിരുന്ന ശേഷം ബ്രഹ്മമുദ്ര, തള്ളവിരലിനെ മറ്റ് വിരലുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് പരസ്പരം ചേർത്ത് അമർത്തി നാഭിക്ക് താഴെയായി അമർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ 1 മിനിറ്റ് ആവർത്തിക്കണം. ശ്വാസം വിട്ടുകൊണ്ടാണ് നെറ്റി നിലത്ത് മുട്ടിക്കുന്നത്. ശ്വാസം എടുത്തുകൊണ്ടാണ് മുകളിലേക്ക് നോക്കുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക. ഈ അമർത്തിക്കൊണ്ടേയിരിക്കണം. അത് റിലീസ് ചെയ്യരുത്. ഷോൾഡർ വൈഡ് ഓപ്പൺ ആണ്. മെല്ലെ അത് 1 മിനിറ്റ് ആവർത്തിക്കും. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി നിലത്ത് മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക. അതൊരു മിനിറ്റ് നമ്മൾ ആവർത്തിക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ച. വശം ചെരിഞ്ഞ് വജ്രാസനമാണ്. ബ്രഹ്മമുദ്രയിൽ വയറമർത്തിക്കൊണ്ട് ശ്വാസം വിടുമ്പോൾ നമ്മൾ നെറ്റി നിലത്ത് മുട്ടിക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി നിലത്ത് പ്രസ് ചെയ്യുന്നു. ശ്വാസം എടുത്തുകൊണ്ട് മുകളിൽ. അതൊരു മിനിറ്റ് ആവർത്തിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മരീചാസനം, ഡീർ പോസ്. കാലുകൾ നീട്ടിയിരുന്ന് വലത് കാലിനെ പരമാവധി മടക്കി കീൽ മുട്ടിക്കുന്നു. വലത് കൈ കൊണ്ട് തന്നെയാണ് ചുറ്റുന്നത്. ശരീരത്തിന് പിറകിലായി കൈകൾ കോർത്ത് പിടിക്കുന്നു. നമ്മളുടെ ലക്ഷ്യം നെറ്റി കാൽ മുട്ടിൽ മുട്ടിക്കലാണ്. മുപ്പത് സെക്കൻഡിന് ശേഷം തിരിച്ചു വരിക. ഇതേപോലെ മറുവശം. ഇടത് കാൽ മടക്കുന്നു. ഇടത് കൈ കൊണ്ടാണ് ചുറ്റുന്നത്. കൈകൾ ശരീരത്തിന് പിറകിൽ ലോക്ക് ചെയ്ത് പിടിക്കുന്നു. നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കുക. മുപ്പത് സെക്കൻഡ് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത്. കപാലഭാതി, അതായത് ക്ലീനിങ് ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. കൈകൾ ചിന്മുദ്രയാണ്. ഇരിക്കുന്നത് വജ്രാസനത്തിലാണ്. നമ്മുടെ വയറിനെ ഫ്ലാപ്പ് ചെയ്യൽ മാത്രമാണ് ലക്ഷ്യം. സെക്കൻഡിൽ 1 എന്ന വേഗതയിൽ. അതിനിടയ്ക്ക് അകത്തേക്ക് ശ്വാസം എടുക്കരുത്. പുറത്ത് വിടൽ മാത്രമാണ്. നിങ്ങൾക്ക് ശ്വാസം പുറത്തു വിടാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഘട്ടത്തിൽ നിർത്തുക. ശ്വാസകോശങ്ങൾ കാലിയായും തോന്നുമ്പോൾ നിർത്തുക. 10 സെക്കൻഡ് അനങ്ങാതിരിക്കുക. ഇത് കണ്ണടച്ചാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ 4 റൗണ്ട് കൂടി ആവർത്തിക്കും. ഓരോ റൗണ്ടിലും നിങ്ങൾക്ക് എത്ര എണ്ണം പുറത്ത് വിടാമോ അത്രയും നല്ലത്. സെക്കൻഡിൽ 1 എന്ന വേഗത മതി. വീണ്ടും 10 സെക്കൻഡ് ബ്രേക്ക്. അങ്ങനെ നമ്മൾ 5 റൗണ്ട് കഴിഞ്ഞ ശേഷം കൈകൾ ചേർത്തുരസി കിട്ടുന്ന ചൂട് മുഖത്തിന് കൊടുത്ത ശേഷമാണ് ഇന്ദ്രിയങ്ങളെ ഉണർത്തിയ ശേഷം മെല്ലെ കണ്ണുകൾ തുറക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ധനുരാസനമാണ്, ബോപ്പോസ്. കമഴ്ന്ന് കിടന്ന ശേഷം കണങ്കാൽ പിടിക്കുക. തലയും തുടയും ഒരുമിച്ച് ഉയർത്തി മുകളിലേക്ക് നോക്കുക. 1/2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ദീർഘശ്വസനമാണ്. മാക്സിമം ഷോൾഡർ വൈഡ് ഓപ്പൺ ആണ്.
30 സെക്കൻഡിന് ശേഷം നമ്മൾ തിരിച്ചു വരും. മകരാസനത്തിൽ വിശ്രമിക്കുക.